ഫർണിച്ചർ വിപണന രംഗത്ത് 13 വർഷത്തിലധികം നിലമ്പൂരിൽ പുതുമയുടെ പ്രൗഢ വിസ്മയം ഒരുക്കിക്കൊണ്ട് വിശ്വസ്തയോടെ പ്രവർത്തിച്ചു വരുന്ന ന്യൂ രാജധാനി ഫർണിച്ചർ കീർത്തിപ്പടി നിലമ്പൂർ. നിങ്ങളുടെ ആരോഗ്യം സംരക്ഷിക്കാൻ ലോകോത്തര ബ്രാൻഡായ ഹെർക്കുലീസ് ഫിറ്റ്നസ് എക്യുപ്മെന്റ്സുകൾ നിങ്ങൾക്കും സ്വന്തമാക്കാം. വെൽനെക്സ് ഫിറ്റ്നസ് എക്യുപ്മെന്റ് സെയിൽസ് ആൻഡ് സർവീസ് നിയർ സീതി ഹാജി സ്റ്റേഡിയം, എടവണ്ണ. ജിം ഫിറ്റ്നസ് സെന്ററുകൾ സെറ്റ് ചെയ്തു കൊടുക്കുന്നു. നിലമ്പൂർ നഗരസഭ ബസ് സ്റ്റാൻഡിലെ ശുചിമുറി മാലിന്യം ഓട്ടോ സ്റ്റാൻഡ് റോഡിലേക്ക് ഒഴുകുന്നു. യാത്രക്കാരും ഓട്ടോ തൊഴിലാളികളും വ്യാപാരികളും ദുരിതത്തിൽ. മുനിസിപ്പാലിറ്റി സ്റ്റാൻഡിലെ കക്കൂസിന്റെ അവസ്ഥയാണ്. ഈ കക്കൂസിന് വെള്ളം അവിടെ പാടുന്നതിനനുസരിച്ച് ഇവിടെ പൊന്തുക. അതായത് ടാങ്കത്തെ വെള്ളമാണ്, കക്കൂസ് വെള്ളമാണ് ഈ പൊന്തുക. ആയിരക്കണക്കിന് യാത്രക്കാരും വിദ്യാർത്ഥികളും ഞങ്ങളൊരു 100-200 ഓട്ടോറിക്ഷക്കാർ നിത്യം ഈ കക്കൂസ് മാലിന്യത്തിൽ കൂടിയാണ് പോകുന്നത്. ഇതിൻ്റെ അപ്പുറമാണ് ഈ കാട് മൂടി കിടക്കാൻ നോക്കിയാൽ കാണും. ഇതിപ്പോൾ മണത്തിട്ട് ഇവിടെ നിൽക്കാൻ വയ്യ. ഞങ്ങളിപ്പോൾ ഈ തീരുമാനിച്ചിട്ടുള്ളത് ഞങ്ങൾ ഈ ലൈൻ ഒഴിവാക്കിയിട്ട് ബസ് സ്റ്റാൻഡിൽ കൂടെ കയറ്റിയിട്ടുള്ള പരിപാടി. കാരണം അല്ലെങ്കിൽ തന്നെ ഇവിടെ കൊതുകും മറ്റ് കാര്യങ്ങളും ആകെ ചപ്പും ചമറുമായിട്ട് നിൽക്കാൻ വയ്യ. അതിൽ കൂടിയാണ് ഇപ്പോൾ ഈ കക്കൂസ് മാലിന്യം പൊട്ടിയൊലിക്കുന്നത്. കക്കൂസ് മാലിന്യമാണ് ഈ പൊട്ടിയൊലിക്കുന്നത്. കുറേ ആയി ഞങ്ങൾ മുനിസിപ്പാലിറ്റിയിലും അധികൃതരോടൊക്കെ പരാതി പറഞ്ഞിട്ട് യാതൊരു നടപടി അവരെ മുന്നിൽ നിന്നുണ്ടായിട്ടില്ല. കാരണം പല പ്രാവശ്യം അവർക്ക് ഇതിന് ഉത്തരവാദിത്തം ഇല്ല എന്നാണ് പറയുന്നത്. കക്കൂസിൻ്റെ ഇത് പൊട്ടിയൊലിക്കണില്ല. ഒരു മണ്ണിട്ട് കണ്ടാണ് കക്കൂസ് പൊട്ടിയോ ഒലിക്കണ മണ്ണിട്ട് തേമ്പി പോവാ. ഇവിടെ ഈ കണ്ടത്തിന് ഈ ചളിക്കുണ്ടിലാണ് ഈ ബസ് സ്റ്റാൻഡ് കിടക്കുന്നത്. ഇവിടെ ചേറാണ്. ഇത് വെള്ളം പാറുന്നതിനനുസരിച്ച് 2 മഴ പെയ്താൽ പണ്ട് വെള്ളം മൂടി നിന്നീന സ്ഥലം, അത് കൃഷി ചെയ്തിന സ്ഥലം. അപ്പോൾ അത്രയും ഇതിൽ ഈ പ്രാവശ്യം ഇനിയിപ്പോൾ എന്ത് ചെയ്യും? ഓലിപ്പോൾ ഇത് കഴിഞ്ഞ വേനൽക്കൊരു പൊളിച്ച് നന്നാക്കി അതിലെന്തേലും വെട്ടിയിട്ട് അതങ്ങനെയുണ്ട് ക്ലിയർ ആയി. ഇനിയിപ്പോൾ അടുത്ത് ഈ മഴ പോണോട് കൂടി ഒന്ന് മാന്തും. അത് അവിടെ മഴ ഒന്ന് പെയ്യുമ്പോഴത്തിന് വീണ്ടും ഇത് തന്നെയാണ് ഇത് സ്ഥിതി. ഇത് എന്തായാലും ശക്തമായിട്ട് ഞങ്ങളിതിന് പ്രതിഷേധിക്കുകയാണ്. ഇത് അടിസ്ഥാനപരമായിട്ട് ഇത് നന്നാക്കി തന്നിട്ടില്ലെങ്കിൽ എന്തൊക്കെ ചെയ്യാൻ പറ്റുമോ അതൊക്കെ ഞങ്ങൾ ചെയ്യും. കാരണം ഇത് ഞങ്ങൾക്ക് ജീവിക്കാൻ വേണ്ടി ഇവിടെ പാവപ്പെട്ട ഓട്ടോറിക്ഷക്കാർ രാവിലെ 6 മണിക്ക് വന്നാൽ ഈ കച്ചവടക്കാർ എല്ലാ കച്ചവടക്കാരും അതേമാതിരി ഇതിലെ പോണ ആൾക്കാർ ഇതേമാതിരിയാണ് പോണം. മൂക്ക് പിടിച്ചിട്ട് നഗരസഭയോട് 100 ആൾക്കാർ നമ്മൾ ഗവൺമെന്റ് ആശുപത്രിക്ക് പോണ ആൾക്കാരാണ്. നഗരസഭയിൽ പറഞ്ഞിട്ട് അവർക്ക് യാതൊരു നടപടി എടുക്കാനുള്ള ഒരു ഇതുമില്ല. ഓല് കൈവിട്ട മാതിരിയാണ്. ഓൽക്കിപ്പം ഇനി ഒന്നുമില്ല എന്നുള്ളതാണ് എനിക്ക് മനസ്സിലായത്. പോലെ സംബന്ധിച്ചിടത്തോളം ഇനിയിപ്പോൾ അതങ്ങനെ കടന്നാലും പ്രശ്നമില്ല എന്നുള്ളതാണ് എനിക്ക് മനസ്സിലായത്. ദീർഘദൂര സർവീസുകൾ ഉൾപ്പെടെ 200 ബസ്സുകൾ സ്റ്റാൻഡിൽ കയറി ഇറങ്ങുന്നുണ്ട്. ട്രിപ്പുകളുടെ എണ്ണം 550 വരും. മാലിന്യം ഒഴുകിപ്പോകാതെ കെട്ടിനിൽക്കുന്ന അവസ്ഥയിൽ ആയതിനെ തുടർന്ന് ഓട്ടോ വിളിക്കാൻ യാത്രക്കാരും മടിക്കുകയാണ്. പലതവണ പരാതി നൽകിയിട്ടും ശാശ്വത പരിഹാരം ഉണ്ടാക്കാൻ നഗരസഭയ്ക്ക് കഴിഞ്ഞിട്ടില്ല. ആശുപത്രികൾ സന്ദർശിച്ചാൽ തന്നെ അറിയാം, മാറാരോഗങ്ങൾ കൊണ്ട് ആശുപത്രിയിൽ തന്നെ ബെഡുകളും സൗകര്യങ്ങളും ഇല്ലാതെ പ്രയാസപ്പെടുകയാണ് ഈ മഴക്കാലത്ത്. ആ സാഹചര്യത്തിലാണ് ഈ രീതിയിലുള്ളൊരു അനാസ്ഥ ഇവിടെ നടക്കുന്നത്. അപ്പോൾ ഇതിനൊരു ശാശ്വത പരിഹാരം പെട്ടെന്ന് ഇവിടുത്തെ വ്യാപാരികളും കച്ചവടക്കാരോട് ബന്ധപ്പെട്ട് കഴിഞ്ഞപ്പോൾ ഒരു പലവട്ടം പോയി പറഞ്ഞിട്ടും നെവർ മൈൻഡ് ആണെന്നാണ് ഇപ്പോൾ ഇവിടുത്തെ കച്ചവടക്കാരും പറയുന്നത്. ഓട്ടോ തൊഴിലാളികൾ ഇപ്പോൾ നിങ്ങൾ എല്ലാവരും കണ്ടിട്ടുണ്ടാവും ഓട്ടോ തൊഴിലാളികളുടെ അവസ്ഥ. എന്താ വെച്ചാൽ ആയിരക്കണക്കിന് ആൾക്കാർ വന്ന് ബസ് കയറുന്നതും ഓട്ടോറിക്ഷ ലൈനാണ് ഇതിപ്പോൾ. ഇത് ഈ കക്കൂസി മാലിന്യം ഒഴുകുന്നത് ഓട്ടോറിക്ഷ സ്റ്റാൻഡിലാണ്. ഈ ഓട്ടോറിക്ഷയിലേക്ക് ഇതിൽ നിന്ന് മാലിന്യത്തിൽ ചവിട്ടിയിട്ടാണ് ഈ വണ്ടി കയറുന്നത്. അപ്പോൾ അവരുടെ കുടുംബങ്ങൾക്കും മാറാരോഗങ്ങളും ആ ഓട്ടോറിക്ഷക്കാരതും അതുപോലെ ഇവിടെ നടക്കുന്ന ഇവിടുന്ന് ആശുപത്രിയിലേക്ക് പോകുന്ന ഒരു ഷോർട്ട് വഴിയും കൂടിയാണ്. അപ്പോൾ ഇതിനൊരു ശാശ്വത പരിഹാരം എന്തായാലും ആരോഗ്യവകുപ്പിൽ നിന്ന് നഗരസഭ ഇതിൻ്റെ ബന്ധപ്പെട്ട ഒരു ശാശ്വത പരിഹാരം എത്രയും പെട്ടെന്ന് കാണണമെന്നാണ്. എന്താ വെച്ചാൽ ഈ മഴക്കാലം കൊണ്ട് മാറാരോഗങ്ങൾ കൊണ്ട് വലയാണ് ചിലപ്പോൾ സർക്കാർ ആശുപത്രികൾ. നമ്മളെ ഈ കടക്കാർ ഫുള്ള് കടക്കാർ മൂത്രമൊഴിക്കാനും ഇങ്ങോട്ട് വരുന്നത് ഫുള്ള് പൊന്തി കിടക്കാണ്. എല്ലാവർക്കും ഭയങ്കര ബുദ്ധിമുട്ടാണ്. പെണ്ണുങ്ങളും കുട്ടികളും എല്ലാം വന്നുകാണ്ട് എവിടെയെങ്കിലും മൂത്രമൊഴിക്കാനൊരു സൗകര്യം ഉണ്ടോയെന്നാണ് ചോദിക്കുന്നത്. അതുകൊണ്ട് എങ്ങനെയും പെട്ടെന്ന് ഇത് ശരിയാക്കാൻ ഒരു നിവൃത്തിയില്ല. ഞങ്ങൾക്ക് ഇവിടെ കച്ചവടം ചെയ്യാൻ വയ്യ. വാസനിച്ചിട്ട് അതിൽ അങ്ങോട്ട് വരാൻ വയ്യ. എൻ്റെ കട കുറേ അപ്പുറം കിടക്കും, അങ്ങോട്ട് വരെ വാസന വരുന്നുണ്ട്. അല്ലെങ്കിൽ പൂട്ടിയിടാൻ പറഞ്ഞു. ഞാൻ രാവിലെ വന്നപ്പോൾ അവർ പൂട്ടിയിടാൻ പറഞ്ഞു. അപ്പോൾ അവർ മുനിസിപ്പാലിറ്റി പറഞ്ഞിട്ടില്ല. മുനിസിപ്പാലിറ്റി കംപ്ലൈൻറ്റ് കൊടുത്തിട്ടുണ്ട്. അവർ വന്ന് പൂട്ടിയാലല്ലേ പൂട്ടാൻ പറ്റുള്ളൂ, അവർ പറഞ്ഞാലല്ലേ പൂട്ടാൻ പറ്റുള്ളൂ എന്ന് പറഞ്ഞു. ആയിരക്കണക്കിന് വിദ്യാർത്ഥികൾ ദിവസം വന്നു പോകുന്ന സ്റ്റാൻഡാണ്. പല പ്രാവശ്യം ഞങ്ങളെല്ലാവരും പല തരത്തിൽ ചെന്ന് പറഞ്ഞിട്ടും യാതൊരു തീരുമാനം ഇരിക്കുകയാണ്. വളരെ വിഷമകരമായിട്ടാണ് ഞങ്ങളെല്ലാവരും ഇവിടെ കച്ചവടക്കാരും യാത്രക്കാരും എല്ലാം ബുദ്ധിമുട്ടുന്നത്. ഇത് എത്രയും പെട്ടെന്ന് ശരിയാക്കിയില്ലെങ്കിൽ ഭാവി പരിപാടികൾ എന്തൊക്കെയാവും, അതിൻ്റെ പ്രത്യേകത എന്തൊക്കെയാവുമെന്ന് പറയാൻ പറ്റാത്ത അവസ്ഥയാണ്. കാരണം അത്ര
ജനരോഷമായി നിൽക്കുന്ന ഒരു സമീപനം. സ്റ്റാൻഡ് തന്നെ കംപ്ലീറ്റ് കുണ്ടും കുഴിയും വെള്ളം നിറഞ്ഞ് അതിന് റോഡുകൾക്ക് തന്നെ നമുക്ക് അറിയാം, ആ വഴിക്ക് വരുന്ന റോഡും ഈ വഴിക്ക് വരുന്ന റോഡുകൾ തന്നെ അത് എത്രയും ദുഷ്കരമായ റോഡുകളും സ്ഥിതികളുമാണ്. അതിൻ്റെ പുറമെയാണ് ഇപ്പോൾ ഇത് കഴിഞ്ഞ വർഷം ഇതേപോലെ അനുഭവം ഉണ്ടായിട്ട് പറഞ്ഞ് പ്രശ്നം ഉണ്ടാക്കി ഒറ്റയും വിളി അതിന് ശേഷം അവർ വന്ന് കണ്ണിൽ പൊടിയിടുന്ന രീതിയിലുള്ള പ്രവർത്തികൾ ചെയ്ത അന്നേ ഇത് ചൂണ്ടിക്കാട്ടിയിട്ടുണ്ട്. ഓട്ടോ സ്റ്റാൻഡിലെ സ്റ്റാഫും അതേപോലെ കച്ചവടക്കാരും ചൂണ്ടിക്കാണിച്ചു ഈ പ്രവൃത്തി ശരിയല്ല, ഈ പ്രവൃത്തി ശാസ്ത്രീയമായിട്ടല്ല എന്ന് പറഞ്ഞു. പക്ഷേ അവരിതുവരെ അതിനെപ്പറ്റി യാതൊരുവിധ കാര്യങ്ങളും അനക്കുന്നില്ല. ഇത് ഭാവി എന്തായി തീരുമെന്നില്ല നമ്മളിപ്പോൾ ഒന്നും പറയുന്നില്ല. ഇത് എത്രയും പെട്ടെന്ന് ശരിയാക്കിയില്ലെങ്കിൽ മറ്റുള്ള പരിപാടികളായിട്ട് ഞങ്ങൾ മുന്നോട്ട് പോകാൻ തയ്യാറാണ്. നിലമ്പൂർ നഗരത്തിൽ പൊതു ശുചിമുറികൾ വേറെയില്ല. സ്ത്രീകൾ, വിദ്യാർത്ഥികൾ ഉൾപ്പെടെ ആയിരക്കണക്കിന് ആളുകളാണ് ദിവസേന സ്റ്റാൻഡിൽ വരുന്നത്. ന്യൂസ് ബ്യൂറോ, നിലമ്പൂർ. Charitra Vivag Bridal Collections by Shobhika Weddings.